ക്ലയൻറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടത് എന്താ വെച്ചാൽ ഒരു കേരള ട്രഡീഷണൽ ടച്ചുള്ള ഒരു വീട് വേണമെന്നാണ്. സോ അതിൻ്റെ എലിവേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൻ്റെ കുറച്ച് കേരള ട്രഡീഷണൽ ആർക്കിടെക്ചറിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സും എലമെൻസൊക്കെ അതിൽ കൊണ്ടുവന്ന് എലിവേഷൻ പാർട്ടിൽ അത് ഇൻക്ലൂഡ് ചെയ്തു. ഇൻറ്റീരിയർ പാർട്ടിനെ പറ്റി ആലോചിച്ചപ്പോൾ കേരള മ്യൂറൽ പെയിൻറ്റിങ് അതിൽ 5 കളേഴ്സാണ് ഉപയോഗിക്കുക, പഞ്ചവർണ്ണം എന്ന് പറയും. അപ്പോൾ ആ കളേഴ്സ് തന്നെയാണ് നമ്മൾ ഇൻസൈഡിലേക്ക് കൂടി കൊണ്ടുവന്നിട്ട് അതിൽ നമ്മൾ അതിൻ്റെ പല ഫീച്ചേഴ്സും ഇൻറ്റീരിയർ ഡെക്കറിലേക്ക് നമ്മൾ അതിനെ ആ കളേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തു. ഇത്രയും ചെറിയ വീടിന് ഈ ഒരു ആർക്കിടെക്റ്റിൻ്റെയും ഒരു ഡിസൈനറിൻ്റെയും ഒരു പ്ലാൻ വരയ്ക്കുന്ന ആളുടെ ആവശ്യമുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ അപ്പോഴും ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തത് എന്തുകൊണ്ടാണ് വെച്ചാൽ വീട് ചെറുതായ കാരണം കൊണ്ടാണ് കൂടുതലും നമുക്കൊരു ആർക്കിടെക്റ്റിൻ്റെ ആവശ്യം. എന്താണെന്ന് വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള എസ്തെറ്റിക്കും അതിൻ്റെ സ്പേസ് യൂട്ടിലൈസേഷനും ഒക്കെ ഒരു ആർക്കിടെക്റ്റ് പോലത്തെ ഒരാൾ പ്രൊഫഷണൽ വന്നാൽ അതിൻ്റേതായ അത് നടക്കുള്ളൂ.